റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്ക്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി KSEB. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം തുടരുകയാണ്. ബീഹാർ ഉൾപ്പെടെ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് നീക്കം. കരാറുകൾക്ക് അനുമതി തേടി KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാൽ വൈദ്യുതി നിരക്കിനെ ബാധിക്കുമോ എന്നതും ആശങ്കയാണ്. സുനിഷ അയലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, നമുക്ക് നിലവിൽ തന്നെ വൈദ്യുതി പ്രശ്നമുണ്ട്, അതിനൊപ്പം കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വീണ്ടും വൈദ്യുതി വാങ്ങാനുള്ളൊരു ശ്രമമാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നിൽ കാണുന്നത്. പക്ഷെ അത് ഉയർന്ന പണം കൊടുത്തിട്ട് തന്നെയായിരിക്കണം. അതായത് 10 രൂപ എന്ന് പറയുന്ന ഒരു മാർജിൻ ഉണ്ട്. അതിനപ്പുറം കടന്നുള്ള വൈദ്യുതി വാങ്ങുകയാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം വേണം. അതിനുള്ള നീക്കങ്ങളും എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സുനിഷ? മധു, ഈ പറഞ്ഞതുപോലെയാണ് വലിയ പ്രതിസന്ധി വൈദ്യുതി മേഖലയിൽ നേരിടുന്നു. വൈദ്യുതി പ്രതിസന്ധി ദിനംപ്രതി രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് തന്നെയാണ് KSEB ഓരോ ദിവസവും ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെയാണ് ഡാമുകളിലെ വെള്ളത്തിന്റെ ലഭ്യതയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 20% കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആ രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള സംശയം അത് KSEBയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വേനൽക്കാലത്തടക്കം വാങ്ങിയ വൈദ്യുതി അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതിന്റെ പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ബീഹാർ പോലുള്ള മധ്യപ്രദേശ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പീക്ക് അവറുകളിൽ വൈദ്യുതി വാങ്ങുന്ന തരത്തിലുള്ള നീക്കം അത് KSEBയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബീഹാറിലെ ഊർജ്ജ സെക്രട്ടറിയായ അടക്കം KSEB ഇവിടെ നിന്നും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ ഒരു 10 രൂപ എന്നൊരു മാർജിനാണ് നേരത്തെ തന്നെ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനെയാണ് ഒരു മാർജിനാണ് ഉള്ളത്. പക്ഷേ ഈ 10 രൂപയ്ക്ക് മുകളിൽ തന്നെ വൈദ്യുതി വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് KSEB ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഈ ഒരു ടെൻഡർ വിളിച്ചപ്പോൾ ഈ മാസം, അതായത് ഈ ജൂൺ മാസത്തിൽ ഒരു ഇടത്ത് പോലും വൈദ്യുതി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി രൂക്ഷമാക്കാനുള്ള ഒരു കാരണമായി മാറുന്നത്. ഇപ്പോൾ ജൂലൈയിലായാലും ഓഗസ്റ്റിലായാലും വൈദ്യുതി ലഭിക്കും, പക്ഷേ അത് 10 രൂപയോട് അടുത്ത് തന്നെ പണം കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സെപ്റ്റംബർ 30 വരെയാണ് നമ്മൾ അന്ന് വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടത്. സെപ്റ്റംബറിൽ ഇപ്പോൾ ടെൻഡർ വിളിച്ചപ്പോൾ 12 രൂപയൊക്കെയാണ് വൈദ്യുതിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും ഒരു ടെൻഡർ വിളിക്കാനായി KSEB മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. 24-ാം തീയതി തെളിവെടുപ്പുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായി ഈ ടെൻഡർ വിളിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. നൽകിയത് എന്തായാലും വൈദ്യുതി വാങ്ങാൻ, വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ശ്രമങ്ങൾ പോരാ എന്നതാണ്. വലിയ തുക കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ തുക കൊടുക്കുകയാണെങ്കിൽ KSEBക്ക് അങ്ങനെ വരുന്ന നഷ്ടങ്ങളൊന്നും സ്വന്തമായി സഹിക്കുന്ന ചരിത്രമില്ല. അത് സാധാരണഗതിയിൽ ജനങ്ങളുടെ പിടലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് KSEB എല്ലാ കാലത്തും ചെയ്യാറുള്ളത്. അത് ആവർത്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെയൊക്കെ കറണ്ട് ബില്ല് വർദ്ധിക്കുമോ? നമ്മൾ ആ നിരക്ക് കൂടുതലായി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഒരാശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സുനിഷ അയലൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.